ഫിഷ് കഴിക്കാനൊരാഗ്രഹം തോന്നിയപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ദേ ഫിഷിലേക്ക് വന്നു. സീ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് സീ എഫക്റ്റ് ഉണ്ട് ഈ റെസ്റ്റോറന്റ് മുഴുവൻ. ഞങ്ങൾ ദുബായിലുള്ള ടൈമിലായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്താൽ അവർ ഗ്രില്ല് ചെയ്ത് തരും. ഗ്രില്ലിൽ തന്നെ 2 ടൈപ്പ് ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് വന്നു, ഇല ഇട്ടു, സ്റ്റാർട്ടറും വന്നു. ഫിഷ് ചിപ്സ് ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സീബ്രീം ഗ്രില്ലും പിന്നെ ഒരു വെറൈറ്റി സംഭവമായിരുന്നു മക്കളെ. അങ്ങനെ ഇലയിൽ നല്ല ചൂട് ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിന് മേലെ പിന്നെ ഒരു ബക്കറ്റ് വന്ന് കൊട്ടിട്ടോ. ആരും പേടിക്കണ്ട, മാറിപ്പോയിട്ടൊന്നുമില്ല. ഇതന്നെ ഉണ്ടോ നമ്മൾ പറഞ്ഞ ഐറ്റം. നല്ല അടിപൊളി ഞണ്ടും ചെമ്മീനും കല്ലുമ്മക്കായും കക്കർച്ചിയൊക്കെ കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സീ ഫുഡ് ബക്കറ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ ഒരു സ്പെഷ്യൽ സോസിലിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു ഇത്. ഫുള്ളായിട്ടുള്ള ചെമ്മീനെ കണ്ടിട്ട് അതിന് ജീവനുണ്ടോന്ന് ചോദിച്ച് പേടിച്ചിരിക്കുന്നു കേട്ടോ മുഹമ്മദ്. അയ്യോ, തീ പിടിച്ചു. ആരും പേടിക്കണ്ട, തീ പിടിച്ചതൊന്നല്ല, നമ്മുടെ ഐസ്ഡ് ലെമൺ ബിൻ്റെ ആണ് കേട്ടോ ഇത്. ആംബിയൻസ് മാത്രമല്ല ഫുഡും അതിഗംഭീരമായിരുന്നു, അതുപോലെ തന്നെ അവരുടെ സർവീസും. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഐറ്റംസ് ഒക്കെ കാലിയായി, വയറും നിറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ഐറ്റം ഫ്രൂട്ട്സ് വന്നത്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ചോക്ലേറ്റ് അല്ല, റിഫ്രഷിംഗ് ടവലാണ്. ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലും ഇത്രയും അടിപൊളി സർവീസ് കണ്ടിട്ടില്ല കേട്ടോ. ബില്ല് നല്ലൊരു എമൗണ്ട് വരുന്നു വിചാരിച്ചെങ്കിലും അവരുടെ പ്രൈസ് ഒക്കെ അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, സീ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ദേ ഫിഷിലേക്ക് പോന്നോ.